ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ ആയിരം ദൂതന്മാർ ശുശ്രൂഷ ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കാൽവരി പ്രെയർ ഫെലോഷിപ്പ് ദൈവമക്കളെ, ഇതൊരു സഭയുടെയും പേര് നടക്കുന്നൊരു യോഗമല്ല. ഇതൊരു സഭയുടെയും പോഷക സംഘടനയല്ല. ഒരു സഭയോട് പ്രത്യേക വൈരാഗ്യമോ പ്രത്യേക പ്രേമോ ഒന്നുമില്ല. ഞങ്ങളെല്ലാം ഓരോരോ സഭകൾ അംഗമായി ജീവിക്കുന്നവരാണ്. സഭാ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. ആരെയും സഭ മാറ്റുകയില്ല. സഭ ഏതാണെന്ന് ചോദിക്കുക പോലുമില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ഒരു മനുഷ്യനോട് സ്നേഹത്തോടെ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ അവൻ്റെ സഭ ഏതാണെന്ന് അറിയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സഭ ഏതാണെന്ന് അറിയേണ്ട കാര്യമില്ല. മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ അവൻ്റെ സഭ ഏതാണെന്ന് അറിയേണ്ട കാര്യമില്ല. സ്വർഗരാജ്യത്തിൽ പോകാൻ സഭ ഏതാണെന്ന് അറിയേണ്ട കാര്യമില്ല. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ യേശുക്രിസ്തുവാണ്. അവൻ ക്രിസ്തുവിനെയാണ് വിശ്വസിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സഭയുണ്ട്, അതെല്ലാം നല്ലത് ചെയ്യട്ടെ. അനേകരെ ക്രിസ്തുവിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ സഭകൾ പ്രയോജനപ്പെടട്ടെ. സ്ലീബായാൽ രക്ഷിക്കപ്പെടുക എന്നാണ് സഭയ്ക്ക് നമ്മളോട് പറയാനുള്ളത്. സ്ലീബായാൽ രക്ഷിക്കപ്പെടണം. ക്രിസ്തു ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചതിനാൽ ആ കുരിശാണ് നിന്റെ രക്ഷയുടെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ആ സഭാ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഈ ഫെലോഷിപ്പിലേക്കാണ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊന്നേ ഉള്ളൂ. മനുഷ്യൻ തിരിച്ചറിവ് പ്രാപിച്ച് അവൻ്റെ ഹൃദയത്തിൽ വരുന്ന ദുശ്ചിന്തയെ മാറ്റി ശരിയായത് തിരഞ്ഞെടുത്ത് അവൻ അനുഗ്രഹം പ്രാപിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിരുന്നെങ്കിൽ ദൈവം ആഗ്രഹത്തോടെ പറയുന്നൊരു വാക്കുണ്ട്. 81 സങ്കീർത്തനം 11-12 വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല,
ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട്, വചനം കേട്ട് അതനുസരിക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ട് മനുഷ്യൻ ഇന്ന് ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഷ്ടം പോലെ നടക്കുക, അവനവന് ബോധിച്ച വഴി നടക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം ഇന്ന് ക്രൈസ്തവൻ കേൾക്കുന്നില്ല. പാരമ്പര്യമായി വർഷങ്ങളായി ദേവാലയത്തിൽ പോകുന്നവനാണ് മനുഷ്യൻ. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, വചനം ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയാണ് മനുഷ്യൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ച്, രണ്ടു വാക്യങ്ങളൊന്ന് വായിച്ച്. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും. ക്രിസ്ത്യാനികളൊക്കെയും ദൈവത്തിന്റെ വചനമെന്ന് കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ, ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. വായിച്ചോ. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ദൈവത്തിന്റെ വചനം കേട്ടിരുന്നെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറിയനെ. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന രോഗങ്ങളെ നിങ്ങൾക്ക് മാറ്റി കിട്ടിയേനെ. നിങ്ങൾക്ക് സാധ്യമായി വരുന്ന നിങ്ങളുടെ ദാരിദ്ര്യം മാറിയേനെ, നിങ്ങളുടെ കുടുംബകലഹം മാറിയേനെ, നിങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥത മാറിയേനെ. ദൈവത്തിന്റെ വചനം കേട്ട് വചനത്തിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ശത്രുവിനെ, പിശാചിനെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറ്റുമായിരുന്നു. വായിച്ചോ. യഹോവയെ പകയ്ക്കുന്നവർ അവനെ കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ നല്ല കാലം നിങ്ങൾക്ക് വരുമായിരുന്നു, ശുഭകാലം വരുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുമായിരുന്നു. നിങ്ങളുടെ ദാരിദ്ര്യം മാറുമായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം, സ്നേഹത്തിന്റെ ദാരിദ്ര്യം, വസ്ത്രത്തിന്റെ ദാരിദ്ര്യം, എല്ലാത്തിൻ്റെയും ദാരിദ്ര്യത്തിനെല്ലാം ഒരു പൊറുതി വരുമായിരുന്നു. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവം പറയുക. ഒന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ, ദൈവമക്കളെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. ഞങ്ങൾക്കെല്ലാം പറയാനുള്ള ഇതേയുള്ളൂ. വചനത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. ഞാൻ 35-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവമക്കളെ, ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ചെന്ന് ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രസംഗം കേട്ടിട്ട് മനസ്സാന്തരപ്പെട്ട് ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിച്ച് ഞാൻ സ്കൂട്ടർ ഓടിച്ച് എൻ്റെ വീട്ടിലേക്ക് പറന്നു പോയത് ഓർക്കുന്നുണ്ട് 35-ാമത്തെ വയസ്സിൽ. കാരണം ഞാൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷമാണ് ഞാനൊരു വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ച് പറന്നു പോയത്. എനിക്ക് വീട്ടിൽ ചെല്ലാൻ വെപ്രാളമായിരുന്നു, ആഗ്രഹമായിരുന്നു. ഞാൻ അതിവേഗത്തിൽ സ്കൂട്ടർ ഓടിച്ച് അവിടെ ചെന്നു. എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അടുക്കളയിൽ അമ്മ കഞ്ഞി വാർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ കഞ്ഞി വാർക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കഞ്ഞിക്കലത്തോടുകൂടെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അല്ലെങ്കിൽ കഞ്ഞിക്കലം താഴെ വീണ പൊള്ളൂല്ലേ. കഞ്ഞിക്കലത്തോടുകൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി, അമ്മച്ചിയുടെ മകൻ പുതിയ മകനായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൻ അവിടെ നിൽപ്പണ്ട അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനോട് സ്നേഹത്തോടെയാണെങ്കിൽ ഞാൻ പറയേണ്ടി വന്നു, അപ്പൻ അപ്പൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞു പോയിന്ന്. പ്രിയപ്പെട്ടവരെ, പക്ഷെ അന്ന് അപ്പന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പൻ്റെ നല്ല വാർദ്ധക്യത്തിൽ ഈ സുവിശേഷത്തിലേക്ക് വരികയും പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഒരു സമാധാന മരണം പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കന്മാരോട് തന്നെ ഞാൻ ഹൃദയം യേശുവിന് കൊടുത്തു എന്ന് പറയാനുള്ളതായ ധൈര്യം സ്വന്തം ചാർച്ചക്കാരോട്, പ്രിയപ്പെട്ടവരോട്, ഫ്രണ്ട്സിനോടൊന്നും പറയണ്ട. അവരല്ലാതെ തന്നെ മാറിക്കൊള്ളും. ദൈവമക്കളെ, അതാണ് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശുഭകാലം നിലനിൽക്കുമായിരുന്നു. ചെറുപ്പക്കാരെല്ലാം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഈ യുവക്കന്മാരൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നുവെങ്കിൽ എത്രയോ കുടുംബങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വന്നേനെ, ഐശ്വര്യത്തിലേക്ക് വന്നേനെ, കലഹം മാറിയേനെ, കുടുംബകലഹം മാറിയേനെ, മദ്യപാനം മാറിയേനെ, വീടൊക്കെ ദൈവമക്കളെ ചോർന്ന പെരയൊക്കെ മാറി സമാധാനത്തോടെ കിട്ടിയേനെ. കാരണം മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്കൊന്ന് തിരിഞ്ഞിരുന്നുവെങ്കിൽ. കാരണം മനുഷ്യനിന്ന് മത്സരിക്കുന്ന കാലമായപ്പോൾ എല്ലാവരും അതെ മത്സരിക്കുകയാണ്. മത്സരമാണ് ഇന്നത്തെ വിഷയം. കാരണം ആരാണ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുക? എല്ലാ മുഴങ്കാലും മടങ്ങും. ഫിലിപ്പിയ ലേഖനം
2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമൊക്കെ കേൾക്കുമ്പോൾ യുവാക്കന്മാർക്ക്, യുവജനങ്ങൾക്കാകെ വല്ലായ്മ വരും. എനിക്ക് വല്ലായ്മ വന്നിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 9-10 വാക്യം ഒന്ന് വായിച്ച്, 2-ാം അധ്യായം 9-10 വാക്യമൊക്കെ ഒന്ന് വായിച്ച്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇത് വാക്യമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? എനിക്കൊരു ഫ്രീഡമൊക്കെ ഇല്ലേ? ഞാനൊരു യുവാവല്ലേ? എൻ്റെ പണം എനിക്ക് ഇഷ്ടം പോലെ ചിലവാക്കാൻ മേലേ? എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം എനിക്ക് ഇഷ്ടം പോലെ കാര്യത്തിന് ഉപയോഗിക്കാൻ മേലേ? എൻ്റെ സമയം എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ മേലേ? എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാൻ മേലേ? എൻ്റെ ചെവി കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കേൾക്കാൻ മേലേ? ഞാനും ഈ ഭൂമിയിലൊരു മനുഷ്യനല്ലേ? എനിക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇല്ലേ? ചില ഫ്രീഡമൊക്കെ ഇല്ലേ? അതൊക്കെ ഉപയോഗിച്ച് എല്ലാവരെ പോലെ എനിക്കും ഈ ലോകമൊന്ന് ആസ്വദിച്ചുകൂടെ? ഈ ലോകമോഹങ്ങളുടെ പുറകെ ഒന്ന് പോയിക്കൂടെ? എന്തിനാണ് ഈ മുട്ടുമടക്കണം, ഈ മുട്ടുമടക്കണം, വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മയ്ക്ക് പോകണം, ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പറയണേ? എന്ത് കാര്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യണേ? എനിക്ക് എൻ്റേതായൊരു സ്വാതന്ത്ര്യമില്ലേ? പ്രിയപ്പെട്ടവരെ, ഒന്ന് മത്സരിക്കുന്ന കാലമാണ്. എൻ്റെ ശരീരം എനിക്കിഷ്ടം പോലെ ഞാൻ ഉപയോഗിക്കും. ഞാനെൻ്റെ ഇഷ്ടം പോലെ നടക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും. ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് കാണാൻ പോകും. ഞാൻ ഇഷ്ടമുള്ള കാഴ്ചകൾ കാണും. എൻ്റെ സമയം ഞാൻ ഇഷ്ടമുള്ളത് ഉപയോഗിക്കും. എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണും. പ്രിയപ്പെട്ടവർ, അതിനെനിക്ക് സ്വാതന്ത്ര്യമില്ലേ? മനുഷ്യനെന്ന് അങ്ങനെ ചിന്തിക്കുന്നൊരു കാലമാണ്. പക്ഷേ ഞാൻ ഓർത്തു പോവുകയാണ്, കൊച്ചുകാലത്ത്, കുഞ്ഞായിരുന്ന കാലത്തൊക്കെ ഈ വെള്ളത്തിൽ അടിച്ച് കളിക്കാറുണ്ട്. പാത്രത്തിലോ, അന്ന് പ്ലാസ്റ്റിക് ബക്കറ്റൊന്നുമില്ലല്ലോ, ചെരുവൊക്കെ അല്ലേ ഉള്ളൂ. ചില ചെമ്പു ചെരുവോ, ചില അലൂമിനിയം ചെരുവൊക്കെ ഉള്ളൂ. അതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിലടിച്ച് ഇങ്ങനെ കളിക്കുന്ന പ്രായം ഞാൻ ഓർത്തു പോവുകയാണ്. വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കളിക്കുമ്പോൾ ഇഷ്ടംപോലെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരും. വെള്ളത്തിൽ കുമിള ഇങ്ങനെ പൊങ്ങി വരും. കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ കുമിളയൊന്നും കാണത്തില്ല. പിന്നെ അടിക്കും വെള്ളത്തിൽ, കുഞ്ഞായിരുന്ന കാലത്ത്. അപ്പോൾ ഇങ്ങനെ കുമിള പൊങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ ആ കുമിളയെ കാണത്തില്ല. പിന്നെ അടിക്കും, ആ കുമിള ഇങ്ങനെ പൊങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഒരു കാലത്ത് വിചാരിച്ചു ഈ യൗവന മോഹങ്ങളൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കും. അരുതാത്ത കാഴ്ചകളൊക്കെ എല്ലാ കാലത്തും രസകരമായിരിക്കും. അരുതാത്ത ചിന്തകളൊക്കെ എല്ലാ കാലത്തും വലിയ സന്തോഷമുള്ള ചിന്തകളായിരിക്കുമെന്ന്. എന്നാൽ ഒരു 30-35 വയസ്സൊക്കെ ആയപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് മനസ്സിലായത്, അനേകർക്ക് മനസ്സിലാകുന്ന അപ്പോൾ മാത്രമേ ഉള്ളൂ, അതെല്ലാം മദ്യപാനം തരുന്ന സുഖം വെള്ളത്തിലെ കുമിള പോലെ എന്ന് മനസ്സിലാവുകയുള്ളൂ. ബ്ലൂ ഫിലിം തരുന്ന സുഖം അത് വെള്ളത്തിലെ കുമിള പോലെ. ഒരു അവിഹിതമായ ബന്ധം, അതെല്ലാം വെള്ളത്തിലെ കുമിള പോലെ. പ്രിയപ്പെട്ടവരെ, വലിയ വീട്, അതൊക്കെ വെള്ളത്തിലെ കുമിള പോലെ. അല്ലെങ്കിൽ വലിയൊരു പദവി, അതെല്ലാം വെള്ളത്തിലെ കുമിള. കൊച്ചുകാലത്ത് വെള്ളത്തിലടിച്ച് കളിച്ചപ്പോൾ കണ്ട ആ കുമിളയുടെയൊക്കെ അതിനൊക്കെ ഒരു ആത്മീയ അർത്ഥമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ വലുതായപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ മതിരേകുകിൽ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങളെന്നെ എതിരേകുകിൽ. ഇത്ര മനോഹരമായ ഗീതങ്ങൾ, ഇതിൻ്റെ എല്ലാം അർത്ഥം മനുഷ്യനൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദൈവമക്കളെ, ശരിയായ അർത്ഥം ഗ്രഹിച്ചാൽ മനുഷ്യൻ കാതലായ തീരുമാനങ്ങൾ എടുക്കും. അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ദേവാലയത്തിൽ ചെന്നാൽ പ്രമിയോനുകൾ, സ്വതറാകൾ, എന്തെല്ലാം ഗീതങ്ങൾ. ഇതിൻ്റെ എല്ലാം അർത്ഥം ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ഗോളത്ത് എന്തെല്ലാം പാട്ടുകൾ! ഇതിൻ്റെ എല്ലാം അർത്ഥം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്രയോ കാതലായ തീരുമാനങ്ങൾ എടുത്തേനെ. കർത്താവായ യേശുവിന് ജീവിതം കൊടുത്തേനെ. ദൈവമക്കളെ, 35-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു. ഈ ലോകത്തെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ലോക സുഖങ്ങളെക്കുറിച്ചും ലോകമോഹങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ വഴികളെക്കുറിച്ചും മാത്രമല്ല,
എൻ്റെ അകത്തൊരു ആത്മാവുണ്ട്. അതിൻ്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം എനിക്ക് വാസ്തവത്തിൽ മനസ്സിലാകാൻ തുടങ്ങി. സഹോദര, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? കുഞ്ഞെ, നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്റെ ഈ കാണുന്ന പ്രതാപവും നിന്റെ ഈ കാണുന്ന വലിയ വീടും ഇതൊക്കെ വെള്ളത്തിലെ കുമിള പോലെ മാത്രമേ ഉള്ളൂ. നിന്റെ ഈ ഭർത്താവും ഇന്ന് കാണുന്ന ഭാര്യയും ഈ പ്രതാപമൊക്കെ ഏത് ദിവസവും ഇല്ലാതെ പോകാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് കാതലായി മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്താവിനെ ഹൃദയത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. മണ്ണേ പ്രതി ഞാൻ ഈ മാണിക്യം വെടികയില്ല. ഈ മാണിക്യമാകുന്ന ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ കളയുകയില്ല. ഞാൻ മാറിപ്പോകയില്ല. എൻ്റെ അകത്ത് വന്ന രക്ഷയുടെ അനുഭവം ഞാൻ കളയുകയില്ല. തീരുമാനിക്കുക ഈ മക്കളെ. അനേകര് വലിച്ചെറിഞ്ഞു കളയുകയാണ് രക്ഷയെ. അനേകര് രക്ഷയുടെ അനുഭവത്തെ വലിച്ചെറിഞ്ഞു കളയുകയാണ്. ദൈവമക്കളെ, അതുകൊണ്ടൊക്കെ മനുഷ്യന് വേണ്ടി ആത്മാവിനെ പിച്ചി ചീന്തി കളയുകയാണ്. ചില മനുഷ്യരെ നോക്കിക്കൊണ്ട്, ചില മനുഷ്യരെ മാതൃകയാക്കിക്കൊണ്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടല്ല. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ കോളത്തിൽ ഒരാളെ നോക്കാൻ പാടുള്ളൂ. അത് ക്രിസ്തുവാണ്. വേറെ ആരെയും നിങ്ങൾ നോക്കരുത്. യേശു ഒഴികെ ആരെയും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ല. ഈ നല്ലവനായ യേശു അവൻ എന്തെല്ലാം ചെയ്തു തരും പ്രിയപ്പെട്ടവരെ. അവൻ ചെയ്യുന്ന രണ്ട് കാര്യം നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് എടുക്കാം. അതിന് 4-ാം അധ്യായം എടുക്കാം. 8, 9, 10 വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 8, 9, 10 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവായ യേശു ചെയ്യുന്നു. ബലഹീന മനുഷ്യനെ എന്ത് ചെയ്യുന്നു? മറക്കാനാവാത്ത ഉപകാരം ചെയ്യുന്നു. യേശു ചെയ്തു കൊടുത്തതാണ്. പത്രോസ് ചെയ്തതല്ല, യോഹന്നാൻ ചെയ്തതല്ല. പത്രോസ് പറയുക, ഈ ബലഹീന മനുഷ്യന് ഉപകാരം കിട്ടി. ഈ ബലഹീന മനുഷ്യന്, ജന്മനാ മുടന്തനായ ബലഹീന മനുഷ്യന്, ദേവാലയത്തിന്റെ വാതിക്കൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആ ബലഹീന മനുഷ്യനെ ഒരാൾ സഹായിച്ചു. അത് ഞാനല്ല, എൻ്റെ കൂടെയുള്ള അപ്പോസ്തലന്മാർ ആരുമല്ല. ഈ ബലഹീന മനുഷ്യനെ ഒരാൾ സഹായിച്ചു. അതാരാണ്? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ കർത്താവായ യേശു ക്രിസ്തു. അവൻ ബലഹീന മനുഷ്യനെ സഹായിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ബലഹീന മനുഷ്യനെ സഹായിക്കുന്നവനാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെല്ലാം ബലഹീനതകളുണ്ട്? നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ ദൈവത്തോട് പറയൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനുഷ്യനോടല്ല ചോദിക്കേണ്ടത്, ഭർത്താവിനോടല്ല ചോദിക്കേണ്ടത്, ഭാര്യയോടല്ല ചോദിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾ യേശുവിനോടാണ് ആദ്യം, അപ്പനോടല്ല ചോദിക്കേണ്ടത്, അമ്മയോടല്ല ചോദിക്കേണ്ടത്, യേശുവിനോടാണ് ആദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ യേശുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അമ്മയെ ഉപയോഗിച്ച് അവൻ നിങ്ങൾക്ക് ഫീസ് തരും, നന്മ തരും, നല്ലത് വരുത്തി തരും. സഹോദര, നിന്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ, ഭാര്യയുടെ സ്നേഹം കിട്ടണമെങ്കിൽ നീ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണമെങ്കിൽ നീ ഭർത്താവിനോടല്ല സംസാരിക്കേണ്ടത്, നീ യേശുവിനോടാണ് പറയേണ്ടത്, ചോദിക്കേണ്ടത്. അവൻ ബലഹീന മനുഷ്യരെ താങ്ങുന്നവനാണ് യേശു. ദൈവമക്കളെ, നിങ്ങൾക്ക് മാറാരോഗത്തിൻ്റെ ബലഹീനതയുണ്ടോ? കഠിന രോഗത്തിൻ്റെ ബലഹീനതയുണ്ടോ? നിങ്ങൾക്ക് പട്ടിണിയുടെ ബലഹീനതയുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾക്ക് ഏത് ബലഹീനതയാണ് ഉള്ളത്? നിങ്ങളുടെ ഭവനത്തിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ബലഹീനതയുണ്ടോ? ദൈവമക്കളെ, അവൻ ബലഹീനരെ താങ്ങുന്നവനാണ് ഈ ദൈവം. അവൻ ബലഹീനരെ താങ്ങുന്നവനാണ്. ഈ ബലഹീന മനുഷ്യന് ഉപകാരം ചെയ്ത ദൈവം. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബലഹീന മനുഷ്യന് ഉപകാരം ചെയ്തു. അവന് നസറായനായ യേശു, ഉയർത്തെഴുന്നേറ്റവനായ യേശു, അവന് ഉപകാരം ചെയ്തവനായ യേശു, അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബലഹീന സഹോദര, നിന്റെ ബലഹീനതകൾ സ്തോത്രത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുക. നിന്റെ രോഗം അറിയിക്കുക, നിന്റെ ആവശ്യം അറിയിക്കുക. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ബലഹീനത നിനക്കുണ്ടോ? നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിനക്ക് ജോലി മേടിക്കാനുള്ള കഴിവില്ല, ബലഹീനനാണോ? നീ യേശുവിനോട് ചോദിക്കുക. പരീക്ഷ പാസ്സാകാനുള്ള ബലഹീനതയുണ്ടോ? യേശുവിനോട് ചോദിക്കുക. സമാധാനത്തോടുകൂടെ കുടുംബജീവൻ നയിക്കാനുള്ള ബലഹീനതയുണ്ടോ?
കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ നാവ് ബലഹീനമുള്ള നാവാണ്, ഇളകിപ്പോകുന്ന നാവാണ്, കോപിക്കുന്ന നാവാണ്, ശാഠ്യം കാണിക്കുന്ന നാവാണ്. എൻ്റെ നാവിന്മേൽ നിന്റെ കൃപയൊന്ന് തരണമേ എന്ന് ഹല്ലേലൂയ ദൈവമക്കളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. കർത്താവേ, എൻ്റെ നാവിൽ നീ ഒന്ന് തൊടണമേ, എൻ്റെ നാവിനെ ഒന്ന് ബലപ്പെടുത്തണമേ, എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിച്ചു തരണമേ. ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. അവൻ ബലഹീനരെ താങ്ങുന്നവനാണ്. ഈ നല്ലവനായ യേശു, സൗഖ്യം കൊടുക്കുന്നവനായ യേശു, നടക്കാത്തവൻ നടന്നു. അവൻ നടന്നും തുള്ളിയും കൊണ്ട് നടന്നു. ആരാണ് ചെയ്തത്? നസ്രായനായ യേശു. കുരിശിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ നിങ്ങളുടെ അരികത്തൂടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങൾ അവനോട് അറിയിക്കൂ. പ്രിയപ്പെട്ടവരെ, സമർപ്പണമെടുത്തുകൊണ്ട്, തീരുമാനമെടുത്തുകൊണ്ട്, വിശ്വാസമുള്ള കണ്ണുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട്, അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടപ്പോഴാണ് കർത്താവായ യേശു അവനെ തൊട്ടത്. അപ്പോഴാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. ദൈവത്തിലേ നീ അവനെ വിശ്വസിക്കൂ. നീ അവൻ തരാൻ ശക്തനാണ്, സൗഖ്യമാക്കാൻ ശക്തനാണ്, കുഞ്ഞിനെ തരാൻ ശക്തനാണ്, ജയിപ്പിക്കാൻ ശക്തനാണ്, രോഗം മാറ്റാൻ ശക്തനാണ്, കുടുംബസമാധാനം തരാൻ ശക്തനാണ്, പാപം മാറ്റാൻ ശക്തനാണ്, മദ്യപാനം മാറ്റിത്തരാൻ ശക്തനാണ്. സഹോദര, നിനക്ക് പാപമെന്ന ബലഹീനതയുണ്ടോ? അത് മാറ്റിത്തരാൻ യേശു ശക്തനാണ്. മദ്യപാനം എന്ന ദൂഷ്യം നിനക്കുണ്ടോ? മാറ്റിത്തരാൻ യേശു ശക്തനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബലഹീനരെ താങ്ങുന്ന ശക്തനായൊരുവൻ തൻ്റെ ബലഹീനത അറിയിച്ചു. ഭാഗ്യവാനായ അപ്പോസ്തലനായ പൗലോസ് പറയും, 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവരാജ്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വിശുദ്ധനായ യേശുവിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതിനുള്ളതായ വിശുദ്ധിയില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് വിശുദ്ധിയില്ല എന്നുള്ള ബലഹീനത, എനിക്ക് പാപമുണ്ടെന്നുള്ളതായ ആ ബലഹീനത, ഞാൻ പാപത്തിൽ ജീവിക്കുന്നവനാണെന്നുള്ള ബലഹീനത. സഹോദര, നിങ്ങൾക്കൊന്ന് ഏറ്റു പറയാവോ? കർത്താവേ, എനിക്കതിനുള്ള വിശുദ്ധിയില്ല, എനിക്ക് ദൈവരാജ്യത്തിലെത്താനുള്ള വിശുദ്ധിയില്ല, എനിക്ക് സ്നേഹത്തോടെ ഇടപെടാനുള്ള വിശുദ്ധിയില്ല. കർത്താവേ, എനിക്ക് മുഴുവൻ വിശ്വസിക്കുവാനുള്ള വിശുദ്ധിയില്ല. നിന്റെ വെളിച്ചത്തിനൊത്തവണ്ണം എൻ്റെ അകത്ത് വെളിച്ചമില്ല, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എൻ്റെ നാവിൽ കൃപയില്ല, നിന്റെ സമാധാനത്തിനൊത്തവണ്ണം എൻ്റെ മനസ്സിൽ ശാന്തതയില്ല. കർത്താവേ, നീ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ എനിക്ക് കഴിവില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങളുടെ ബലഹീനതകളിൽ ശക്തി തരുന്ന ഒരു നല്ലവനായ യേശുവുണ്ട്. അവൻ എൻ്റെ ബലഹീനതയിൽ ശക്തി കാണിച്ചെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവമക്കളെ, അതാണ് നിങ്ങളുടെ ബലഹീനത എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ബലഹീനതയെ നിങ്ങൾ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ആ ബലഹീനത നിങ്ങൾക്ക് ബലമായി തീരും, നിങ്ങൾക്ക് ശക്തിയായി തീരും. നിങ്ങളുടെ കുറവുകളാണ് നിങ്ങളുടെ ബലഹീനത. കർത്താവെ, എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശുദ്ധിയില്ല, എനിക്ക് സ്നേഹമില്ല, എൻ്റെ കുടുംബത്തിൽ ഐക്യത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല, ഒരു രാത്രി പണങ്ങാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. കർത്താവെ, ഞാൻ ബലഹീനനാണ്. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, എല്ലാം പള്ളിയിൽ ചെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനവിടെ എത്തൂല്ല. എത്താൻ തക്കവണ്ണം ബലഹീനനാണ് ഞാൻ, എത്താൻ ബലഹീനനാണ്, എനിക്കതിനുള്ള വിശുദ്ധിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അയോഗ്യതകൾ, നിങ്ങളുടെ ബലഹീനത, അതിന് തുണ ചെയ്യുന്നവനായൊരു യേശു, ബലഹീനതയെ തുണ ചെയ്യുന്നവനായൊരു യേശു. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അപ്പോസ്തലന്റെ മറ്റൊരു ബലഹീനത നമുക്ക് കാണാം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, രോഗം സഹിക്കാനുള്ള എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കാനുള്ള ശക്തി തരുന്ന ദൈവം. ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്കെല്ലാം സഹന വിഷയങ്ങളുണ്ട്, സഹിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. സഹിക്കാൻ ശക്തി തരുന്നൊരു ദൈവം ആർക്കെല്ലാം വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എടുത്ത് ചാടി കോപിക്കാതെ, നിലവിളിച്ച് ആത്മഹത്യ ചെയ്യാതെ, കർത്താവേ, എനിക്ക് പൗലോസിന് കൊടുത്തതുപോലെ സഹിക്കാനുള്ള ബലഹീനത, സഹിക്കാനുള്ള കൃപ തരണം. ഹല്ലേലൂയ ദൈവമക്കളെ, അവൻ ശക്തി തരുന്ന ദൈവമാണ്, സഹിക്കാനുള്ള കഴിവ് തരുന്ന ദൈവമാണ്. ശൂലം സഹിക്കാൻ കഴിവ് തരുന്ന ബലമുള്ളവനാണ് ദൈവത്തിലെ. ഇന്നവൻ ബലം പകരുന്ന രാത്രിയാണ്. ഇന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന രാത്രിയാണ്. മകളെ, നിന്റെ രോഗത്തിൻ്റെ നടുവിൽ നിന്നെ ചിരിക്കാൻ പഠിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കഷ്ടതയുടെ നടുവിൽ നിന്നെ സ്തോത്രം പാടാൻ പഠിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവ്, നിന്നെ സ്നേഹിക്കാത്ത ഭർത്താവിനോടുകൂടെ നിനക്കൊരു രാത്രി കഴിഞ്ഞ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ബലം തരുന്നൊരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടാകട്ടെ. രൂത്തിന്റെ ഹൃദയത്തിലേക്ക് സിയോനിലേക്കുള്ള പെരുവഴികൾ ദൈവം കൊടുത്തു. ബാഹാ താഴ്വരയിലൂടെ നടന്നപ്പോൾ യൗവനകാലത്ത് തന്നെ വിധവയായിപ്പോയി. യൗവനത്തിലെ അവൾ വിധവയായിപ്പോയി രൂത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവളുടെ അമ്മായിമ്മയുടെ നാവിൽ നിന്ന് തന്നെ അവൾക്ക് സിയോനിലേക്കുള്ള പെരുവഴികൾ അവളുടെ ഹൃദയത്തിൽ തുറന്നിരുന്നു. എന്നാൽ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നപ്പോൾ അവളതിനെ
ജലാശയമാണ്. ദൈവമക്കളെ, അവൾ ആ വൈദ്യവൻ സഹിച്ചു. ആ വേദനയേറിയ കാലഘട്ടം കഴിഞ്ഞു. ആ ദുഃഖ സാമ്രാജ്യത്തിൽ അവൾ മുങ്ങിത്താണു. പക്ഷേ എങ്കിലും അവൾ അവനെ വിട്ടില്ല. ആരെ? യേശുവിനെ. എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൾ ആ സമുദ്രത്തിൽ, ആ ദുഃഖ സമുദ്രത്തിൽ മുങ്ങിത്താണപ്പോൾ ഭർത്താവ് മരിച്ചു, കുഞ്ഞുമില്ല, ആരുമില്ല, ഒന്നുമില്ല. ആ സമയത്ത് അവൾ ഒരുവനെ വിട്ടില്ല. എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ബാഹാത്ത് താഴ്വരയിലൂടെ നടന്നപ്പോൾ അവനെ തന്നെ ജലാശയമാക്കി തീർത്തു. അവൾ സിയോനിൽ, പ്രിയപ്പെട്ടവരെ, അവൾ ദൈവസന്നിധിയിലെത്തി. അവൾ എവിടെയെത്തി? സിയോനിൽ ദൈവസന്നിധിയിലെത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു വാക്കുകൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ചു. ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിനെ നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ബലഹീനനല്ല. അവന് വേണമെങ്കിൽ പാപിയെ കൈകാര്യം ചെയ്യാൻ അറിയാം. ഒരു പാപിയോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ അറിയാം. ഒരു പാപിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവൻ അറിയാം. അവൻ ബലഹീനനല്ല. പക്ഷേ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനായകയാൽ, വായിച്ചു നോക്കൂ, നിങ്ങളിൽ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു അവന്റെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു യേശുവിൻ്റെ ബലഹീനത? നമുക്കറിയാം, ഒരപ്പനൊരു ബലഹീനതയുണ്ട്. അപ്പൻ്റെ കുഞ്ഞ് കിണറ്റി ചാടിപ്പോയാൽ അപ്പൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ആ കിണറ്റിലേക്ക് ചാടി തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഒരമ്മയ്ക്കൊരു ബലഹീനതയുണ്ട്. തൻ്റെ കൊച്ചുകുഞ്ഞ് ഏതെങ്കിലും ചെളി, എത്ര ചെളിയിൽ ഉരുണ്ട് കിടന്ന്, ഏത് വൃത്തികെട്ട ചെളിയിൽ ഉരുണ്ട് കിടന്ന് വന്നാലും ശരി, തൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന കുഞ്ഞിനെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമായാലും ചെളിയിൽ വീണ തൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചേ പറ്റൂ. അത് അമ്മയുടെ ബലഹീനതയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെയുള്ളതായൊരു ബലഹീനത, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ബലഹീനതയാണ്. ശക്തിയുടെ ബലഹീനതയല്ല, സ്നേഹത്തിൻ്റെ ബലഹീനത. ദൈവമക്കളെ, സ്നേഹം നമ്മളെ ബലഹീനരാക്കിക്കൊണ്ടിരിക്കും. സ്നേഹം നമ്മളെ ബലഹീനരാക്കിക്കൊണ്ടിരിക്കും. മക്കളുടെ മുമ്പിൽ ബലഹീനരാക്കും. അഴുക്ക് പറ്റിയ കുഞ്ഞിനെ കുളിപ്പിച്ചേ പറ്റൂ, ബലഹീനരാക്കിക്കൊണ്ടിരിക്കും. കർത്താവായ യേശു ക്രിസ്തു അവൻ സ്നേഹം കൊണ്ട്, ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു എന്നെ ദൈവരാജ്യത്തിലെത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ എന്നെ കഴുകി. അതാണ് അവൻ്റെ ബലഹീനത. ഈ കുടുംബാഭിയായി എന്നെ കഴുകി. അവൻ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവനൊരു ബലഹീനനെ പോലെ അവൻ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, കാരണം നമ്മുടെ പാപം അവൻ മേലായി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. പ്രിയപ്പെട്ടവരെ, അവൻ കുരിശിൽ ഒരു ബലഹീനനെ പോലെ അവൻ ക്രൂശിക്കപ്പെട്ടു. എൻ്റെ പാപം അവൻ്റെ മേലായതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണസമയത്ത് ഒരു ബലഹീനനെ പോലെ അവൻ കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് എൻ്റെ കർത്താവ് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, അത് അവൻ നിലവിളിക്കേണ്ടതായിരുന്നില്ല. എൻ്റെ മരണസമയത്ത് ഞാൻ നിലവിളിക്കേണ്ട നിലവിളിയായിരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് എൻ്റെ അപ്പൻ നിലവിളിക്കേണ്ടതായിരുന്നു, എൻ്റെ അമ്മ നിലവിളിക്കേണ്ടതായിരുന്നു. അവരുടെ മരണനാഴികയിൽ അവർ നിലവിളിച്ചില്ല. അങ്ങനെ നിലവിളിച്ചില്ല. എന്തുകൊണ്ട് നിലവിളിച്ചില്ല? അവർക്ക് പകരമായി യേശു നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. പ്രിയപ്പെട്ടവരെ, ഓരോ പാപിയുടെയും അവസാന നിമിഷം എന്തായിരിക്കുമെന്നാണ് അവിടെ ഭരിച്ചു കാണിക്കുന്നത്. സഹോദര, നീ പാപം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, നീ നിന്റെ പാപം ഏറ്റുപറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, നീ രക്ഷിക്കപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, നിന്റെ അവസാന നാളിൽ നിന്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന ശബ്ദമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ളതായ നിലവിളിയാണ് നിന്റെ വായിൽ നിന്ന് വരാൻ പോകുന്നത്. ആ നിലവിളി ഒഴിവാക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു അന്ന് ഗോകുൽത്തായിൽ കിടന്ന് നിലവിളിച്ചത്. പ്രിയപ്പെട്ടവരെ, ആദാമിന്റെ വായിൽ നിന്ന് ആദാം മരിച്ചത് എങ്ങനെയെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിളിച്ചപ്പോൾ ആദാം നിലവിളിച്ചു കാണും അവന്റെ നാഴികയിൽ, അവന്റെ മരണനാഴികയിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ
കൈവിട്ടതെന്ത് എന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ്റെ അവസാന നിമിഷത്തെക്കുറിച്ചാണ്. ഹൃദയം ദൈവത്തിനോട് കാതെ മുന്നോട്ട് പോകുമ്പോൾ സഹോദര, നീ ചെന്നെത്താൻ പോകുന്നത് ഇതുപോലൊരു നിലവിളിയിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത്. നിന്റെ അവസാന നിമിഷങ്ങളിൽ നീ കിടന്ന് കരയാൻ പോകുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. കാരണം പാപം അവിടെ ഇരിക്കുന്നു. കർത്താവായ യേശുവിൽ പാപമില്ലായിരുന്നു, നമ്മുടെ പാപം അവൻ്റെ മേലാക്കി തീർത്തു. ഒരു പാപിയുടെ മരണം എങ്ങനെയാണെന്ന് കർത്താവായ യേശു കാണിച്ചു തന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഉത്തരമില്ലാത്ത നിലവിളി. സഹോദര, അന്ന് നിലവിളിച്ചാൽ നിനക്ക് ഉത്തരവില്ല, അന്ന് നിലവിളിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടുകയില്ല. എന്നാൽ ഇന്ന് നിനക്ക് ഉത്തരവുണ്ട്. എന്നാൽ അന്ന് യേശു നിലവിളിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ മരണനാഴികയിലും പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ നിലവിളിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? അപ്പൻ യേശുവിനെ സ്വീകരിച്ചിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ നിലവിളിച്ചിരുന്നില്ല, അമ്മ യേശുവിനെ സ്വീകരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശുവാണ് നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നത്. ആ നല്ലവനായ യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചവനായ യേശു എൻ്റെ മുമ്പിൽ വന്ന്, നിങ്ങളുടെ മുമ്പിൽ വന്ന്, പ്രിയപ്പെട്ടവരെ, അവൻ കണ്ണുനീരോടെ അവൻ പാടുന്ന പാട്ടുണ്ട്. അവൻ കണ്ണുനീരോടെ പാട്ടുന്ന പാട്ട് പിതാക്കന്മാർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചവനായ എഴുത്ത യേശു, എനിക്ക് വേണ്ടി മരിച്ചവനായ യേശു, എനിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട്, നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട്, നിങ്ങളൊരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ആ യേശുവിനെ ധ്യാനിച്ചാൽ, അന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നിലവിളിച്ചവനായ യേശു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്. അത് പിതാക്കന്മാർ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പാടാം. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാ കൈപ്പോ കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. ഏതൻ കനി നീ തിന്നതിനാൽ. പ്രിയപ്പെട്ടവർ, ഏതാണ് ഏതൻ കനി? സഹോദര, നിന്റെ മദ്യപാനമാണ് ആ ഏതൻ കനി. നീ നിന്റെ ഭാര്യയോട് പിണങ്ങിയതാണ് ആ ഏതൻ കനി. സഹോദരി, ഏതൻ കനിയാണ് നീ തിന്നത്? നീ നിന്റെ ഭർത്താവിനോട് പകവീട്ടി അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കുന്നതാണ് നീ തിന്നത് ആ ഏതൻ കനി. ആ ഏതൻ കനി നീ തിന്നതിനാൽ എന്താണ് സംഭവിച്ചത്? നീ ഇലകൾ ചാർത്തി. നിന്റെ പാപം മാറാൻ വേണ്ടി നീ വഴിപാട് നേർന്നു, നേർച്ച നേർന്നു, പെരുന്നാൾ കഴിച്ചു, തീർത്ഥാടനം പോയി. അതെല്ലാം നിനക്ക് മോചനം തരികയില്ല. എന്നാൽ കർത്താവായ യേശു കെഞ്ചിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കൈപ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നസ്രായനായ യേശു നിങ്ങളുടെ അരികത്ത് വന്ന് കെഞ്ചി ചോദിക്കുകയാണ്. മോനെ, അവൻ ആദാമിൻ്റെ അടുക്കൽ കെഞ്ചി ചോദിച്ചു എന്നാണ് പിതാക്കന്മാർ പാടിയിട്ടുള്ളത്. അവൻ ആദാമിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതായിട്ടാണ് പാടിയത്. പ്രിയപ്പെട്ടവരെ, നാഥൻ മൃതരിടയിലുറപ്പിച്ചാദത്തെ കേൾക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കൈപ്പോ കുടിച്ചേ ഞാൻ. മതി മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ നസ്രായനായ യേശു എത്ര ദൂരത്തിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമ്മുടെ പുസ്തകം അടച്ചു വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ദാവീദ് പറയുന്നു, ഞാൻ ദൂരത്തിരുന്നു കൊണ്ട് അവനോട് നിലവിളിച്ചു, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക്. ദാവീദിൻ്റെ പരാജയകാലത്തെ സങ്കീർത്തനമാണിതെല്ലാം. ദാവീദിൻ്റെ പരാജയകാലമുണ്ടായിരുന്നു. ദാവീദ് തോറ്റുപോയൊരു കാലമുണ്ടായിരുന്നു. ദാവീദ് ആത്മാവിൽ തോറ്റുപോയ ഒരു കാലമുണ്ടായിരുന്നു.
ദൈവമക്കളെ, അവൻ പാപം ചെയ്തതിൻ്റെ ശേഷം അവൻ തോറ്റുപോയൊരു കാലമുണ്ടായിരുന്നു. ദൈവവേദലേ, നീ ഇന്ന് പാപത്തിൽ തോറ്റവനായിട്ടാണോ വന്നത്? നീ പാപത്തിൽ വീണവനായിട്ടാണോ വന്നത്? നീ വെറുപ്പുള്ളവനായിട്ടാണോ വന്നത്? നീ മദ്യപാനിയായിട്ടാണോ വന്നത്? നീ ശാഠ്യക്കാരനായിട്ടാണോ വന്നത്? പ്രിയപ്പെട്ടവരെ, നീ കോപിച്ചലർന്നവനായിട്ടാണോ വന്നത്? നീ സമാധാനമില്ലാത്തവനാക്കിയിട്ടാണോ വന്നത്? എന്നാൽ ഇന്ന് നസ്രായനായ യേശു നിന്റെ പാപം ഏറ്റെടുക്കാൻ അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ പാപം ഏറ്റുകൊണ്ട്, മകനെ, നീ കുറ്റം ചെയ്തതിന് ഞാൻ കൊണ്ടടികൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിനക്ക് വേണ്ടി അടികൊണ്ടവനായ യേശു, നിനക്ക് വേണ്ടി ചാട്ടവാറേറ്റവനായ യേശു, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവനായ യേശു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെ കഴുകാൻ വേണ്ടി ബലഹീനനായ യേശു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി പാപമേറ്റ് ഭരിച്ചവനായ യേശു മകനെ നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അവന് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ കുറ്റം ചെയ്തതിനായി അവൻ കൊണ്ടടികൾ. എൻ്റെ രക്തം നിന്നെ കഴുകും, എൻ്റെ രക്തം നിന്നെ പാപമോചനം തരും. ഇന്ന് ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെല്ലാം നസ്രായനായ യേശുവിൻ്റെ ഈ കണ്ണുനീരിൻ്റെ ശബ്ദം കേൾക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? യേശു കരഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടാണ്, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ പാപം ചെയ്ത് നിർത്തുമോ? നീ പാപത്തോട് യാത്ര പറയുമോ? നീ നസ്രായന്റെ ഭാഗത്തേക്ക് ചേരുമോ? ഇന്നു മുതൽ പുതിയ ജീവിതം ആരംഭിക്കുമോ? കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിക്കുമോ? ഒരു പുതിയ മനുഷ്യനായി തീരുമോ? ഒരു പുതിയ ഭർത്താവായി മാറുമോ? ഒരു പുതിയ ഭാര്യയായി തീരുമോ? ഒരു പുതിയ വേലക്കാരനായി നിനക്ക് മാറാവോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമാധാനം ഇറച്ചി വരട്ടെ, സമാധാനത്തിന്റെ പുത്രൻ കടന്നു വരട്ടെ, ഐശ്വര്യ അഭിവൃദ്ധിയും വരട്ടെ, യേശു കടന്നു വരട്ടെ, യേശുവിന്റെ ആത്മാവ് കടന്നു വരട്ടെ, സൗഖ്യം കടന്നു വരട്ടെ. ബലഹീന മനുഷ്യനെ സഹായിക്കുന്ന നസ്രായന്റെ അത്ഭുതമാണ് നടക്കുന്നത്. അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബലമില്ലാത്തവൻ ബലം പ്രാപിക്കട്ടെ, കഷ്ടകാലം മാറട്ടെ, ദുരിതകാലം മാറട്ടെ, അശുദ്ധൻ വിശുദ്ധനായി തീരട്ടെ. തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാൻ, കർത്താവേ, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയവനായ യേശുവേ, ഞാൻ കുറ്റം ചെയ്തതിന് എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനായ യേശുവേ, ഇന്നു മുതൽ യേശുവേ, ഞാനൊരു പുതിയ മനുഷ്യനായി, ഞാനൊരു പുതിയ സൃഷ്ടിയായി ഞാനിതാ തീരുമാനിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നസ്രായനായ യേശുവേ, രക്തം കൊടുത്ത് വിലക്ക് മേടിച്ച മക്കളെ കാണണമേ, രക്തം ചിന്തി വേണ്ടിയെടുത്ത മക്കളെ കാണണമേ. ഇവരുടെ കഷ്ടകാലം മാറ്റണമേ, ഇവരുടെ ദുരിതകാലം മാറ്റണമേ. എളിയ മനുഷ്യന് സഹായം ചെയ്ത ദൈവമേ, ഈ എളിയവരോട് കരുണ തോന്നണമേ, ഒരു പുതിയ സമാധാനം കൊടുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ.